ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോൺ എനിക്ക് വന്നു. കോട്ടയം ഭാഗത്തുനിന്ന് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അത് പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 5ാമത്തെ വർഷമാണ്. എനിക്കൊരു രോഗം വന്നിരിക്കുകയാണ്. രോഗം ഇതാണ്, എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് 25 വയസ്സായിട്ടുള്ളൂ, ഒരു ജീവിതത്തിലേക്ക് നീ പ്രവേശിച്ചിട്ടില്ല. യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും അച്ഛന്മാരായിട്ട് സംസാരിച്ച് എന്തോ ഈ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഒരു പെൺകുട്ടിയാണ്. ചോദിച്ചു, അവൾ കോട്ടയം അതിരമ്പുഴ ഭാഗത്തുനിന്നാണ്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കാരണം ഇന്നതാണ്, വചനം പറയണം. ഹല്ലേലൂയ. അപ്പോൾ അവളുടെ നാളൊക്കെയും ചോദിച്ചു. അവളെ കാരണന്മാർ ഈ ജാതകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറയാറുണ്ട്, ഞങ്ങളുടെ കൊച്ചിൻ്റെ നാൾ ഇന്നതാണ്, അല്ലെങ്കിൽ ജാതകം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് വലിയ ഗൗരവമായിട്ട് നമ്മൾ നോക്കാറില്ല, കാണാറില്ല. ഉണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? നല്ലതാണെന്ന് വിചാരിച്ച കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചാണ് ഇതൊക്കെയും ചെയ്യുന്നത്. പക്ഷേ ഇതിന് എഫക്റ്റ് ഉണ്ടെന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ്. കൊച്ചുങ്ങളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും ഭാവി ജീവിതത്തിൽ രോഗങ്ങളോ അനർത്ഥങ്ങളോ സംഭവിക്കുമെന്നും നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിന് വചനം തരണം. കാരണം ഇത് ഒരു MBBS പഠിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോടൊന്ന് അങ്ങനെയൊന്നും പറഞ്ഞാൽ കാര്യങ്ങൾ പോവില്ല. ഹല്ലേലൂയ. സാധാ ജനത്തിനോടാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനോട് ചോദിക്കില്ല, അതെങ്ങനെ ചോദിക്കുന്നതെന്ന് പേടിച്ചിട്ടാണ്. ഇവള് പറഞ്ഞു, ഞാൻ എടുത്ത് വായിച്ചു, അത് കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് കാണിച്ചു തരിക, 2 രാജാക്കന്മാരുടെ പുസ്തകം 21:6 ഞാൻ മറച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം ശകുനം ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഒരു കുടുംബം ഇവിടെ വന്നു. കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. അവർ 4-5 ആൾ വരാനിരുന്നിട്ട് അവർക്ക് അവസാന നിമിഷത്തെ 2 ആൾക്ക് വരാൻ പറ്റില്ല, ഒരാൾ എതിർത്ത് വന്നില്ല. അപ്പം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞ് എല്ലാ ഡെലിവറൻസും കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് പറയാം, അച്ഛാ ഞങ്ങളുടെ കൊച്ചിന് 2 ആൾക്ക് രോഗം വന്നതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു വ്യക്തിയുടെ അടുത്ത് പോയി. ആ വ്യക്തി ചില കാര്യങ്ങളൊക്കെ ചെയ്തു. മരുന്ന് കൊടുക്കാൻ, നമ്മൾ മരുന്നൊക്കെ മേടിക്കാൻ ചെന്നാൽ ചില വ്യക്തികൾ മരുന്ന് തരുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൂടുതൽ നേരിടുന്ന പ്രാർത്ഥിക്കും. മരുന്ന് വെച്ചിട്ട് പൂജകളും ക്രിയകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തോ പോകരുത്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് അനർത്ഥങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇവരെങ്ങനെ പറഞ്ഞ് ഞാൻ ചിരിച്ചു. കാരണം എന്താ, മരുന്ന് മേടിക്കാൻ നമ്മൾ സാധാരണ പോകുന്ന ആരുടെ അടുത്താണ്? ഡോക്ടർമാരുടെ അടുത്താണ്, അല്ലേ? ഡോക്ടറേറ്റ് പഠിക്കാതെ ഈ വീട്ടിൽ നിന്ന് തുക്കട വ്യക്തി കൊണ്ട് ചെയ്യുന്ന വ്യക്തിയുടെ അടുത്ത്, മന്ത്രവാദ കൂടോത്രോ ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ മരുന്ന് മേടിക്കാൻ പോകില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തോന്നുന്ന കുമ്പാസായിരിക്കുക. മേഖല കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും. 2 പിള്ളേരുള്ളൂ. 2 പിള്ളേരും ഒന്ന് രോഗമാണ്, ഒന്ന് വയലൻ്റാണ്. ഈ കാലഘട്ടത്തിൽ കാണുന്ന ചില പ്രത്യേകതകളെ കുറിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സൗഖ്യം കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഈവിൾ സ്പിരിറ്റിനെ ബന്ധിക്കുക ചെയ്ത്, അന്ധകാര ശക്തിയെ ബന്ധിക്കുക ചെയ്ത്. ഹല്ലേലൂയ. പൈശാചിക ശക്തിയെ ബന്ധിക്കുക. അത് അപ്പോസ്തല പ്രവർത്തനത്തിൽ 12-ാം അധ്യായം നമ്മൾ നോക്കിയാലും അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാലും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് കാര്യം പറയുന്നതിൻ്റെ കാരണം, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആരാധനാ രീതികളിലേക്ക് കടന്നു പോകുന്നവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. രോഗസൗഖ്യത്തിന് വേണ്ടി മന്ത്രവാദിയുടെ അടുത്ത് പോവുക, രോഗസൗഖ്യത്തിന് വേണ്ടി കൂടോത്രം ചെയ്യുന്നവൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ജ്യോതിഷം നോക്കുന്നതിൻ്റെ അടുത്ത് പോവുക. എന്താ പ്രശ്നത്തിൻ്റെ കാരണം? അവിടെ ഇപ്രകാരം പറയാണ്, ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. എന്താ അടിമ പെൺകുട്ടി? പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ദുരാത്മാവിന് അടിമയായിട്ട് ജീവിക്കുന്നൊരു പെൺകുട്ടി. അല്ലാതെ പഴയ കാലത്ത് നമ്മൾ അടിമത്തത്തിൽ കിടന്നു, അടിമത്തല്ല. ഓരോ ആത്മാവിന് അടിമപ്പെട്ട, അല്ലേ? അല്ലേ? ഞാൻ നോക്കി, ആ അടിമ പെൺകുട്ടിയെ കണ്ടു.
കാരണം ഇവള് ഈ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ഈ കുട്ടീനെ വെച്ച് മറ്റു വ്യക്തികൾ പണസമ്പാദ്യത്തിന് വേണ്ടി ചെയ്യുക, പണം സമ്പാദിക്കുക എന്ന് പറയാണ്. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ മന്ത്രവാദം കൂടോത്തര ആഭിചാര പ്രവൃത്തി വഴി എന്താണെന്ന് വെച്ചാൽ ധാരാളം പണം ഉണ്ടാക്കാൻ പറ്റും. ഒരു LICയിൽ ജോലി ചെയ്യുന്ന ചേട്ടൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ 300 രൂപയ്ക്ക് ധ്യാനം കൂടാൻ പറ്റി, എനിക്ക് സൗഖ്യം കിട്ടി. അതിനു മുമ്പ് ഞാനൊരു മന്ത്രവാദിയുടെ അടുത്ത് പോയി, മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 30,000 രൂപ കൊണ്ടാ ഞാനൊരു വലിയൊരു മന്ത്രം ചെയ്ത് ഇതിനെ പുറത്താക്കാമെന്ന് പറഞ്ഞു. 30,000 രൂപ ഇല്ലാത്തതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡിവൈനിൽ ധ്യാനം കൂടാൻ പോയി. ഹല്ലേലൂയ. 30,000 രൂപ ഒരു മന്ത്രവാദത്തിന്. ഒരു ബൈബിളിന് ആകെ 125 രൂപ കണ്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനുഷ്യൻ പറഞ്ഞത് ഇവിടെ സാക്ഷ്യം, പല സാക്ഷ്യങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞു. എന്താ ആ സഹോദരൻ പറയാം, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കർത്താവ് വാരി കോരി അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും നൽകാൻ. തിരുനാളിനൊക്കെ പോകുന്ന സമയത്ത് തത്ത കൊണ്ട് ഇരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കൈ നോക്കാൻ ഇരിക്കുന്നവരുണ്ടാവും. അവർ പറയുന്നത് എന്താ, നമ്മളെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നല്ലൊരു ഭാവിയുണ്ട് കേട്ടോ, നല്ലൊരു ഭാവിയുണ്ട്, നിങ്ങളൊരു ഒരു പണക്കാരനാവാൻ പോകുന്നു. നമ്മൾ സ്വാഭാവികം വേണ്ടിട്ട് പള്ളിയിലേക്ക് കാല് വെച്ച് പോകുന്നവൻ എങ്ങോട്ട് പോകും? ഇവിടെ ഭാവി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുക. പള്ളി പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നും ഇല്ല. അവൻ പറഞ്ഞു, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോഴാണ് അവനോട് പറയാണ്, ഒരു എന്താ ഈ മുഖത്ത് നോക്കി പറയുന്നവർ പറഞ്ഞു, നീ 3 കാര്യം ആലോചിക്കാൻ പറഞ്ഞു. 3 കാര്യം അവരെല്ലാം ആലോചിച്ചു. ആ 3 കാര്യം പറഞ്ഞത് കറക്റ്റായിരുന്നു. ഓട്ടോമാറ്റിക്കലി ഇവൻ എന്ത് ചെയ്തു എന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്നു. പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് ഇറങ്ങി വരുന്ന പയ്യന. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവൻ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. പിന്നെ കുളിക്കാൻ തുടങ്ങില്ല, കുളിക്കില്ല, കുളിയില്ലാതെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് പറഞ്ഞു, കുളിക്കാത്തൊരു ചെറുക്കൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല. അപ്പനോട് പറഞ്ഞു, കുളിയും പലതേക്കിലും ഒന്നും ഇല്ലാത്തൊരു പയ്യൻ്റെ കൂടെ. അങ്ങനെ അവനിവിടെ കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭാര്യനെ പുറത്തെടുത്തിട്ട് ഇവനോട് ചോദിച്ചു, നീ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് പോയോണ്ടോന്ന് ചോദിച്ചു. അച്ഛൻ, ഞാൻ മന്ത്രവാദിയുടെ അടുത്തൊന്നും പോയില്ല, പള്ളി പോയി ഇറങ്ങി വരുമ്പോൾ എന്താ മുഖലക്ഷണം നോക്കി മുഖലക്ഷണം നോക്കി പറയുന്ന ഒരാൾ പറഞ്ഞു, 3 കാര്യം ചിന്തിക്കാൻ പറഞ്ഞു. 3 കാര്യം ചിന്തിച്ചു. കാര്യം നിസ്സാര കാര്യം ചിന്തിച്ച് അത് 3 പറഞ്ഞ വഴി ഇവൻ പറഞ്ഞു, അറിയാതെ ഞാൻ അവിടെ ഇരുന്ന് പോയിച്ച. അതിനുശേഷം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതിനുശേഷം എനിക്ക് കുളിക്കാനോ ഡ്രസ്സ് അലക്കി ഉപയോഗിക്കാനോ പറ്റുന്നില്ല. ഞാൻ അതിനെ അടിമയായി വെച്ച് അടിമത്തത്തിലേക്ക് പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഡെലിവർ ചെയ്ത് പ്രാർത്ഥിച്ചു, 2 ആളും ഡെലിവർ ചെയ്തു. ഇന്ന് അവർക്ക് 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. അവരോട് പറഞ്ഞ് ധ്യാനം കൂടാൻ പറയും. കാരണം എന്താ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അതിനെന്താ പരിഹാരം? ധ്യാനം, വചനം കേൾക്കുക, വചനം നിൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്രകാരം പറയാണ്, എന്താണെന്ന് വെച്ചാൽ പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പള്ളി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ദിവസം, പ്രത്യേകിച്ച് തിരുനാളുകൾക്ക് പോകുന്നുണ്ടെങ്കിൽ 3, 4, 5 ദിവസം തിരുനാളുണ്ടെങ്കിൽ ഇവരവിടെ സ്ഥിരമായിട്ട് ഇരിപ്പുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുപാട് ഇവർ വന്നിരിക്കുന്ന കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഹസ്തരേഖാശാസ്ത്രം കൈയൊക്കെ വരച്ചിട്ട് ഇരിക്കും. അല്ലെങ്കിൽ തത്തേനെ കൊണ്ട് ഇരിക്കും, പ്ലെയിൻ കവറിൽ തത്ത എന്തൊക്കെയാണെങ്കിൽ സാധനങ്ങൾ എടുക്കും. അല്ലെങ്കിൽ മുഖലക്ഷണം നോക്കി പറയും. അല്ലെങ്കിൽ വീട്ടിലേക്ക് ആളുകൾ എന്താ ഈ പുള്ളോ ഏതാണ്ട് വായിച്ചിട്ടൊക്കെ വരുന്നത്, അതിനൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പല ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ നമ്മളാണെങ്കിൽ പറയുന്ന കാര്യമൊക്കെ നല്ല, നീ ധനവാനാകുന്നു, നീ കോടീശ്വരനാകാൻ പോകുന്നു. നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ്. അവ കേൾക്കുന്ന വചനാണെങ്കിൽ കോടീശ്വരൻ, ധനവാൻ. സ്നേഹമുള്ളവരെ, എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. കൈ നീട്ടുകയല്ല ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ ആ മേഖലയിലേക്ക് പോകരുത്. അത് നിന്നെ രോഗിയാക്കും, അത് നിനക്ക് സഹനങ്ങൾ കൊണ്ടുവരും, നാശത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അത് നിൻ്റെ തലമുറയെയും ബാധിക്കും. കാരണം എന്താ, ഒരു മരം കേടാവണമെങ്കിൽ അതിൻ്റെ തായ്വേര് കേടാവണം. കാരണവന്മാർ ഈ ജ്യോതിഷത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകും, ആ കുടുംബത്തിൽ വിശ്വാസ ത്യാഗം സംഭവിക്കും.
വിശ്വാസം ഇല്ലാതാവും. എന്നിട്ട് എന്താന്ന് വെച്ചാൽ അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു ബന്ധിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ശാസിച്ച് ബഹിഷ്കരിച്ചു. ചെയ്തത് അവൾ പറഞ്ഞതെല്ലാം കറക്റ്റാ. പൗലോസ് ആരാണ്? യേശുവിനെ പ്രസംഗിക്കുന്നവനാ അല്ലേ? പൗലോസിന്റെ കൂടെയുള്ള ആരാണ്? സീലാസാണ്. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനാണ്. ഹല്ലേലൂയ. പറയുന്ന കാര്യമല്ല ശരിയാണ്, പക്ഷെ പറയുന്ന രീതി മാറിയ ഒരു ചേട്ടൻ ഇവിടെ പ്രശ്നമായിട്ട് വന്നു. 100 വർഷമുള്ളൊരു വീടാണ്. ആ വീട് പണിയാൻ വേണ്ടി എന്തൊക്കെയോ ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടി ആ ചേട്ടൻ ഇവിടെ വന്നു. ആ ചേട്ടൻ ഒരു പണിക്കനെ കൊണ്ടുവന്ന് വീട് നോക്കി, കണക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇവിടെ സർപ്പമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സർപ്പപൂജ ചെയ്താൽ വീട് പണിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ചേട്ടൻ 10-64-70,000 രൂപയാണ് വീടൊന്നും ഓൾട്രേഷൻ ചെയ്യാൻ നോക്കുന്നത്. ഒരു പെങ്ങടെ വീടങ്ങണ്ട. അപ്പോൾ ഇവർക്ക് വീടില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുന്ന ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞിട്ട് പോയി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടൻ്റെ ചിന്ത എന്താ പറഞ്ഞാൽ ഇവിടെ സർപ്പദംശനമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് മാറണമെങ്കിൽ സർപ്പപൂജ ചെയ്യണം. ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയൊന്നുമല്ല സർപ്പപൂജ, ആണോ? ക്രിസ്ത്യാനിക്ക് പാമ്പെന്ന് കേട്ടാൽ പിശാചാണ്. നാളൊക്കെ നോക്കുന്ന നാള് അല്ലെങ്കിൽ ജാതകത്തെ അവരുടെ ഒരു ദേവനാണ് ഈ പാമ്പ്. അവർ പറയുന്നത് എന്താ, നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ അനർത്ഥങ്ങൾ കടന്നു വരുന്നെങ്കിൽ നമ്മൾ അവരുടെ ദേവന് ഒരു ബലി കൊടുക്കണം. പക്ഷേ ക്രിസ്ത്യാനിക്ക് അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചേട്ടൻ ഇവിടെ വന്നിരുന്നത് ഞാൻ കണ്ടു, ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നതാ ചേട്ടാ കാര്യം ഇന്നതാ. ചേട്ടനത് മനസ്സിലാവില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവും ശരീരവും മനസ്സും, ആത്മാവ് ശരീരം മനസ്സ് 3 മേഖലയിൽ വീക്കാകാതെ പുറമേ നിന്ന് ഒരു ശത്രുവിന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ കയറാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യുന്നു വെച്ചാൽ പിശാച് എന്ത് ചെയ്യും, നമ്മൾ ഏതെങ്കിലും മേഖലയിലേക്ക് അടിമയാക്കും. നമുക്ക് ഈ കാലഘട്ടത്തിൽ നാളെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക, അതൊന്നും വലിയ പാവമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ചിലർ നോക്കിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഇപ്രകാരം പറയാണ്, ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അർപ്പിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. വിഗ്രഹാരാധനയെക്കുറിച്ച് ഇപ്രകാരം പറയാണ്, CCCയിൽ അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിൽ പറയാണ്, 2112 ഖണ്ഡികയിൽ പറയാണ്, പ്രഥമ കൽപ്പന ബഹുദേവവാദത്തെ ശപിച്ചു തള്ളുന്നു. മനുഷ്യൻ ഏക ദൈവത്തെ അല്ലാതെ മറ്റ് ദൈവങ്ങളിൽ വിശ്വസിക്കുകയോ മറ്റ് ദേവന്മാരെ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ നാളിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, അതൊക്കെ നോക്കിപ്പോയ ചന്തി ഇപ്പം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് പിടിച്ചേ പറ്റൂ. കാരണം എന്താ, ഏക സത്യ ദൈവത്തെക്കുറിച്ചാണ് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നത്. അന്യമതസ്ഥർ എന്തുകൊണ്ട് തിരുസഭയിലേക്ക് കടന്നു വരുന്നു എന്ന് വെച്ചാൽ ഈ ഏക ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ വരുന്നു. ഹല്ലേലൂയ. നമ്മൾ തിരുനാളിന് പോവാണ്, ഒരാൾ പറയാണ്, ഇതല്ലേ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടാൻ പോകുന്നു, കൈ വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൈ വെച്ച് കൊടുത്താൽ കർത്താവിൻ്റെ കൈ നമ്മുടെ മേലിൽ നിന്ന് എടുത്തു മാറ്റും. അതെന്താ, നമുക്ക് അപകടത്തിലേക്ക് പോകും, അനർത്ഥത്തിലേക്ക് പോകും. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റ് ഇരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയണത്, 9:9 കർത്താവ് കാരുണ്യവാനും പാപങ്ങൾ മോചിക്കുന്നവനുമാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാരുണ്യവും പാപമോചനവും ആരുടേതാണ്? അങ്ങയുടേതാണ്. ഒരു സ്ത്രീ ഇവിടുന്ന് UK വന്ന് സൗഖ്യപ്പെട്ടു പോയി. ക്യാൻസർ 1 ദിവസം കൊണ്ട് സൗഖ്യപ്പെട്ടു. ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് അങ്ങോട്ടായിരുന്നു. ഇവിടെ വന്നു സൗഖ്യപ്പെട്ടു. ഇവള് പോയിട്ട് വിദേശത്ത് നിന്ന് അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് സൗഖ്യം കിട്ടി. പിറ്റേ ആഴ്ചയിൽ കൂട്ടുകാരത്തി വന്നു. BMW കമ്പനിയുടെ കാറിൻ്റെ കമ്പനിയിൽ ജോലിയുള്ളൊരു പെണ്ണാണ്. അവളിവിടെ വന്നു. അവൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ വീട്ടിൽ 6 പെൺകുട്ടികളാണ് വീട്ടിൽ. 6 പെൺകുട്ടികളുടെയും ജാതകം എഴുതിച്ച് അപ്പൻ ചെയ്തത് എങ്ങനെയാണ്, അത് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. സ്വർണ്ണ കളറിൽ ചെമ്പ് കൊണ്ട് ബൈൻഡ് ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇപ്പം 6 ഇല്ലത്ത് നിൽക്കുള്ളൂ. സഹോദരിമാർ 6 ആളും കൂടിക്കഴിഞ്ഞാൽ
റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം പോലെയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൈൻഡ് ചെയ്തത് സാധനം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ബൈൻഡ് ചെയ്തത് അതൊന്നുമല്ല. അപ്പന് മറ്റു മതസ്ഥരുമായിട്ട് കൂട്ടുകെട്ടുണ്ടായി, ഒരു ചങ്ങാത്തമുണ്ടായി. അപ്പോൾ അവർ ഓരോ കൊച്ചു ജനിക്കുമ്പോഴും ഫ്രീ ആയിട്ട് അവർ ജാതകം എഴുതി കൊടുക്കും. അപ്പൻ എന്ത് ചെയ്തു, മക്കൾ ഞാൻ മരിച്ചാലും മക്കൾ ഇത് മറക്കരുതെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഒരു ചെമ്പിൻ്റെ ഒരു ഇതിൽ ബൈൻഡ് ചെയ്തിട്ട് അവിടെ വെച്ചു. ഇന്നെന്താണെന്ന് വെച്ചാൽ ആ ബൈൻഡ് ചെയ്ത ആ സ്ഥലം കേസിൽപ്പെട്ടെടുക്കുക. 6 ആളും അതിനെതിരെ കേസ് കൊടുത്തിരിക്കുക. എന്തുണ്ടായി? അപ്പം മരിച്ചു അല്ലേ? അപ്പൻ മക്കൾ ഇന്ന് എന്തിനു വേണ്ടിയാണ് ഇടികൂടുന്നത്? ആ സ്ഥലത്തിന് വേണ്ടിയാണ്. ചോദിച്ച് പറഞ്ഞു തന്നപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് അച്ഛാ. ഇന്ന് മാത്രമല്ല, ഈ സഹോദരി പറയാ എൻ്റെ മക്കളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അച്ഛാ, ഒരു വലിയൊരു കേസിൽ പെട്ടുകിടുക. അപ്പോൾ കേസ് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അച്ഛൻ കേസിലേക്കല്ല പോകുന്നത്, കേസിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ കൃത്യമാണ് ജ്യോതിഷത്തിൻ്റെ എല്ലാ രൂപങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. സാത്താനെയും പിശാചിനെയും ഉള്ള ആരാധന രീതികൾ ഉപേക്ഷിക്കുകയാണ്. മാന്ത്രിക സംവാദങ്ങൾ, ഭാവി പ്രവചന വ്രതങ്ങൾ, മിഥ്യസംഗതി ചെയ്യുന്ന മറ്റെല്ലാ പ്രവചനം, ജാതക നോട്ടം, നക്ഷത്ര ഫലങ്ങൾ, കൈനോട്ടം. ഈ കൈനോട്ടമാണ് തിരുനാളിന് പോയിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ എന്ത് പറയണം, നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരാമെന്ന്, കോടീശ്വരനാവുന്നു, പ്രഭുവാകുന്നു, കൈ നോക്കിക്കോ അല്ലേ? കൈ നോക്കിയിട്ട് നമ്മൾ ഒരു നിസ്സാര കാര്യമാണ്. ചിലരിത് കുമ്പസാരിക്കാതിരിക്കും. എന്നിട്ട് പറയണം പഴയ കാലത്താണ് ചെയ്തത്. ഏത് കാലത്ത്? സ്നേഹമുള്ളവരെ, പഴയ കാലത്ത് ചെയ്ത പാപമാണെങ്കിൽ ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തന്നാൽ എന്താ, അത് കുമ്പസാരിക്കുകയും ചെയ്യണം, പരിഹാരം കൂടി ചെയ്യണം. കാരണം എന്താ, നിങ്ങൾ പഴയ കാലത്ത് ഒരു കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ കാലത്ത് ഒരു സർട്ടിഫിക്കറ്റ് കള്ളത്തരം ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഡിഗ്രി, നമുക്ക് കിട്ടിയൊരു സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് നമ്മുടെ കൂട്ടുകാർ കാണുകയാണ്. കൂട്ടുകാർ പോയിട്ട് കേസ് കൊടുത്താൽ എന്തുണ്ടെങ്കിൽ നമ്മൾ അകത്ത് പോയി കിടക്കും. പഴയ കാലത്ത് ചെയ്ത പാപം നമ്മൾ ഓർമ്മപ്പെടുത്താൻ ഉടനെ തന്നെ കുമ്പസാരിച്ച് അതിന് പരിഹാരം കൂടി ചെയ്യണം. അല്ലെങ്കിൽ എന്തുണ്ടാവും അതുകൊണ്ടാണല്ലോ കുമ്പസാരത്തിൻ്റെ അവസാനം നമ്മൾ പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്ക് ആശീർവദിക്കുന്നത്. എന്താ ചെയ്തു പക്ഷെ മറന്നുപോയി. ചിലർ ഇവിടെ നമ്മൾ വെഞ്ചിച്ച് ഡെലിവറൻസ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ ചിലർ പറയുന്നത് ഇവരുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ കർത്താവ് കാണിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ട് ഒന്ന് കുമ്പസാരിക്കാൻ പോയി. കാരണം അതുകൊണ്ടാണ് ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യുന്നതിൻ്റെ കാരണം. ഡെലിവറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തി തരും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ രാവിലെ കുമ്പസാരിച്ചവരെ വീണ്ടും കുമ്പസാരിപ്പിച്ചു. അച്ഛനെ പണിയില്ലഞ്ഞിട്ടല്ല. കാരണം എന്താ, ആ ഡെലിവറൻസ് ചെയ്ത് ആ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചാൽ അവൻ വീഴില്ല, ഒരാളും വീഴില്ല. കാരണം ആത്മാവ് അവനെ ശരീരത്തെ ഏറ്റെടുത്തു. അവൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ആത്മാവ് ഏറ്റെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ പറയുന്ന പറയാം, ഇങ്ങനെയുള്ള ജാതകം നോട്ടം, നക്ഷത്രം, കൈനോട്ടം, ശകുനം നോക്കൽ, മുറികളുടെ വ്യാഖ്യാനം, അതീന്ദ്ര ദർശനം, എല്ലാം മാധ്യമങ്ങൾ. ഇപ്പം എന്താ, ഒരു ചേട്ടൻ ഇവിടെ നിന്ന് വാളയാർ ഭാഗത്താണ് ഇവിടെ വന്ന് പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ ചോദിച്ച് പറഞ്ഞു തന്നപ്പോൾ പറയാണ്, ഇപ്പം ജാതകം നോക്കണമെങ്കിൽ നെറ്റ് അടിച്ചാൽ മതി. മീഡിയയിലൂടെ ഏതിലൂടെയോ നമ്മൾ പാപത്തിലേക്ക് പോയാൽ അത് നമ്മുടെ വരും തലമുറയെ നിസ്സാരമായിട്ട് കാണരുത്. അതിന് പരിഹാരം ചെയ്യണം. ആ പരിഹാരമാണ് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജോബിൻ്റെ പുസ്തകത്തിൽ മോസസിൻ്റെ മേൽ പിശാച് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇല്ലേ? ജോബിൻ്റെ ശരീരത്തിൻ്റെ മേൽ പിശാച് ക്ലെയിം ചെയ്യുന്നുണ്ട്. സക്രിയയുടെ ശരീരത്തിൻ്റെ മേൽ ഞാനൊരു ജാതകം കൈ നോക്കിയോ നാളെ നോക്കിയോ ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ക്ലെയിം പിശാചിന് പോവുക, സാത്താന് പോവുകയാണ്. അല്ലേ? അതുകൊണ്ടാണ് ഈ TV ഈ മൊബൈലൊക്കെ കണ്ടുവന്ന പിള്ളേരെ ബന്ധിച്ച് കഴിഞ്ഞാൽ സൗഖ്യപ്പെടാറുണ്ട്. സ്കൂളിൽ പോകാതെ തൃശ്ശൂരിൽ നിന്ന് ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു, തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തുനിന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. സ്കൂളിൽ പോവില്ല, ബന്ധിച്ച് പ്രാർത്ഥിച്ച് വിട്ടു സ്കൂളിൽ പോയി. അവൻ്റെ ആ വീട്ടിൽ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അവൾ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പോണേ. പക്ഷേ സ്കൂളിൻ്റെ ഗേറ്റ് വരെ പോയിട്ട് തിരിച്ചു വരും. കയറാൻ പറ്റുന്നില്ല. കാരണം അത് ഈ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ
മക്കളുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്യും. ശരീരത്തിൻ്റെ മേൽ കയറി കഴിഞ്ഞാൽ ആത്മാവിനെ നിർവീര്യമാക്കും. അല്ലേലിങ്ങാം. അതുകൊണ്ട് പറയണത് സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിക്കണം. ഇനി ആത്മീയ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആത്മീയ പ്രാർത്ഥന ഇപ്രകാരമാണ്: യേശുവിനെ മഹത്വപ്പെടുത്താത്ത എല്ലാ ആരാധനാ രീതികളും ഞാൻ ഉപേക്ഷിക്കുന്നു. എന്താ? കൈനോട്ടം, വാരഫലം, പലകാരപ്രേഷം, ഭക്ഷ്യശാസ്ത്രം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവൃത്തികൾ, ഇതെല്ലാം ഈശോക്കെതിരാണ്. വചനമറിയാത്തത് കൊണ്ട്, ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ട് ബൈബിൾ നമുക്ക് ലഭ്യമല്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ ലഭ്യമല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, മറ്റ് മതസ്ഥർക്ക് അവരുടെ ആരാധനാ രീതി ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അത് വചനത്തിന് വിരുദ്ധമാണെന്ന് നീ തിരിച്ചറിയണം.